നമുക്ക് ഇതേപോലെ അങ്കമാലിക്കാരുടെ ഒരു പോർക്ക് അങ്ങോട്ട് പൂശാലോ. കിട്ടലിനാവില്ലേ? ഫുൾ വീഡിയോ ഞാനവിടെ കാണിച്ചു തരാം. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പോർക്ക് ശരിയാക്കാനായിട്ട് പോർക്ക് കട്ട് ചെയ്തത് അറ്റ്ലീസ്റ്റ് 3 വട്ടം കഴുകണം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്ത പോർക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് 50% നെയ്യും 50% ഇറച്ചുള്ളതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ സബോള സ്ലൈസ് ചെയ്തത്, ഇച്ചിരി പച്ചമുളക് 2 ഇങ്ങനെ കീറിയിട്ടത്, പിന്നെ ഇഞ്ചി ഇടിച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ ഇടിച്ചെടുത്തതാണ് ഏറ്റവും നല്ലത് കേട്ടോ, അതിടാണ് ടേസ്റ്റ്. പിന്നെ ഇച്ചിരി വിനാഗിരി, ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ച് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാം. അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത സൈഡിലേക്ക് വെച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു ഉരുളിയാണ് നല്ലത്. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ, അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി സബോള സ്ലൈസ് ചെയ്തത്, പിന്നെ ഇഞ്ചി ഇടിച്ചത്, പിന്നെ ചതച്ചത് നമ്മുടെ വെളുത്തുള്ളി, അവനും ഇട്ട് അങ്ങോട്ട് വഴറ്റിയേക്കണം. അത് വലിയ ഗോൾഡൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആവും. അതിങ്ങനെ സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്കുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി കറിവേപ്പില അതും ഇടാം. പിന്നെ അളക്കാൻ മറക്കരുത് കേട്ടോ, വടി പിടിക്കരുത്, പോർക്കിൻ്റെ വെള്ളം വരും എന്നാലും. പിന്നെ അതൊന്ന് മൂടി വെച്ചേക്കാം, ഒന്ന് ചൂടാവണം വരെ. ചൂടായി കഴിഞ്ഞാൽ ആ ലിഡ് മാറ്റാം. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പണി തന്നെ, കൈയൊക്കെ ഒന്ന് വേദനിക്കട്ടെ. അപ്പം ടേസ്റ്റ് വേണ്ട, നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഈ കുക്കറിലിട്ടേക്കാളും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമുക്ക് അതിലേക്ക് നാളികേരം വറുത്തരയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി. അപ്പം ഇതേപോലെ തിക്കായിട്ടുള്ളൊരു പാൻ വയ്ക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നാളികേരം ചിരകിയത് അതാണ് ഇട്ട് കൊടുത്തേക്കാം. പിന്നെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും ഇളക്കി. അതിലേക്ക് ഇച്ചിരി ഏലക്കായ, ഒരു പട്ട, കുഞ്ഞ് പീസ് പട്ട, ഒരു 3 പീസ് ഗ്രാമ്പു, ഉലുവ വളരെ കുറച്ച്, ജാതിപത്രി ഒരു കുഞ്ഞ് പീസ്, തക്കോലം അതും വളരെ കുഞ്ഞ് പീസ്, പിന്നെ നമ്മുടെ മൊത്തമായുള്ള കുരുമുളക് അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞാൽ നമ്മുടെ പെരിഞ്ചീരകം അതും ഇടുക. പിന്നെ ഇച്ചിരി ജീരകം കൂടി അങ്ങോട്ട് ചേർക്കാം. അത് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് ചെയ്യുമ്പോൾ എന്താ ഗുണം, നമുക്ക് ഗരം മസാലയുടെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹോൾ മസാല ചേർക്കുമ്പോൾ ഗരം മസാല ടേസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. നമ്മൾ ഗരം മസാല ചേർക്കേണ്ട കാര്യം ഇതിലില്ല. അപ്പോൾ ഫ്രഷ് ആയിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടും വരും. നമുക്ക് ഗരം മസാല ഇല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. അത് ഇങ്ങനെ വഴറ്റി നല്ല ഗോൾഡൻ കളറിലാക്കണം. അത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലിയും ഇടണം കേട്ടോ. ഞാനിവിടെ മസാല വളരെ കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കൂടുതൽ കഴിക്കാം. മസാലയുടെ കൂടുതൽ കുത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കാം. ഒരു കാര്യം മറക്കല്ലേ, ഈ പൊടി ഇടുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്യാനായിട്ട് അതൊന്ന് ഓൺ ചെയ്യുക. വെറും 1 മിനിറ്റോളം മതിയാവും. അതൊന്നങ്ങോട്ട് ആ മസാല കുത്തൊന്ന് പോകാൻ വേണ്ടി മാത്രം നിങ്ങൾ അങ്ങനെ വഴറ്റും. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. അത് നന്നായിട്ട് അങ്ങ് തണുക്കട്ടെ. അത് തണുത്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് വീഴണം.
ഒരു ഇഞ്ച് പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിൽ എണ്ണ വന്നോളും. അങ്ങനെ വേണം ഈ സാധനം പേസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഒരു ഇഞ്ച് പോലും വെള്ളമില്ല, അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും. പോർക്കപ്പോഴേക്കും റെഡി ആയിട്ട് അവിടെ പോർക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ വറുത്തരച്ച മസാല അങ്ങോട്ട് ചേർക്കാം. അത് കഴിഞ്ഞാൽ അതിനും ഒന്ന് യോജിപ്പിക്കുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കളറും മാറി അതിൻ്റെ ടേസ്റ്റും മാറും. നോക്കി, നല്ല നെയ്യൊക്കെ നിറങ്ങി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനി തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഇടിച്ച കുരുമുളക്, പിന്നെ ഇച്ചിരി മല്ലിയില, കുറച്ച് പുതിനയുടെ ഇല, പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനെ ഇട്ട് വീണ്ടും അതിനെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് ഒരു 15-20 അരമണിക്കൂറോളം ഇരുന്നോട്ടെ. അപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് മസാല പിടിച്ചോളും. ഒരു ദിവസം ഇരിക്കണമെങ്കിൽ അത്ര നല്ലത്. പിന്നെ ദിവസത്തേക്കാണ് ഇപ്പം ഒന്നുകൂടി ടേസ്റ്റ് ആവണം. എനിക്ക് അങ്കമാലി പോർക്കും ചോറും അപ്പുണ്ടെങ്കിൽ അപ്പായാലും മതിട്ടോ, ബ്രെഡ് ആയാലും കൂട്ടാം. അത് കഴിഞ്ഞത് അങ്കമാലി പോർക്കിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ടേ എന്തിങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടാക്കണം. ഇതിന് കൂടുതൽ കമൻസ് ഒന്നും വേണ്ട, കാരണം ഇതിന്റെ ടേസ്റ്റ് പറയും, എല്ലാം ഇതിലുണ്ട്. ആസ്വദിച്ചിരുന്നാൽ മതി. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.